ജോക്കർ 2 അല്ലെങ്കിൽ ജോക്കർ ഫൊലിയ ഡു എന്ന DC മൂവി തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുണ്ട്. വളരെയധികം ത്രില്ലായിട്ട് ഞാൻ പോയി കണ്ട ഒരു മൂവിയാണ് ആക്ച്വലി ഇത്. പക്ഷെ എനിക്കൊരു എക്സൈറ്റ്മെന്റും ഈ മൂവി തന്നില്ല എന്നതാണ് സത്യം. എക്സൈറ്റ്മെന്റ് തന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഒരു രീതിയിലും ജോക്കർ മൂവീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്കംസ് ആണ് ഇവർ നമുക്ക് തരുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഫാൻ ബേസും ഹൈപ്പും ഉള്ള സിനിമയെ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നു എന്നതാണ് എനിക്ക് ആദ്യം തോന്നിയത്. സിനിമ തുടങ്ങുമ്പോൾ ആർത്തർ എന്ന ജോക്കർ അർഖം അസൈലത്തിൽ അഡ്മിറ്റ് ആണ്. അവിടുന്ന് ലീ എന്ന ലേഡി ഗാഗ അവതരിപ്പിക്കുന്ന ക്യാരക്ടറെ കാണുന്നു. ഇവര് ഇഷ്ടത്തിലാവുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഐ എം ടോട്ടലി ഡിസപ്പോയിന്റഡ്. ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് ജോക്കർ 1-ൽ നിന്ന് ലഭിച്ച ആ ഒരു ഫീൽ തരുന്ന ഒരു സീൻ പോലും കിട്ടില്ല എന്നതാണ് വിഷമം ഉണ്ടാക്കുന്നത്. സിനിമാറ്റോഗ്രഫി, ആർട്ട് എന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാത്തവരെ നമുക്ക് തോന്നും ചില സമയത്ത് ഇതൊരു ഡിസ്നി മ്യൂസിക്കൽ ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം എന്ത് വന്നാലും എന്ത് ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനും ഇവര് ഇങ്ങനെ പാട്ട് പാടുകയാണ് ചെയ്യുന്നത്. ലേഡി ഗാഗയെ കാസ്റ്റ് ചെയ്തു, പുള്ളിക്കാരി പാടും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സിനിമ മുഴുവൻ പാട്ട് കച്ചേരിയാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ആദ്യം കുറച്ച് സീൻസിൽ മ്യൂസിക്കൽ പോലെ ഒരു സീനൊക്കെ വന്നപ്പോൾ ആർത്തർ ഒരു പെർഫോമർ ആണല്ലോ, അത് റെഫറൻസ് വെച്ച് ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചു. പിന്നീട് ഇവര് എല്ലാ സീനിന്റെ അവസാനവും ഒരു മ്യൂസിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് DC ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് പാട്ട് കേൾപ്പിച്ചിരുത്തുന്നത്? പെർഫോമൻസ് കൊള്ളില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വളരെ നല്ല പെർഫോമൻസ് ആണ്. ജോക്കിൻ ഫീനിക്സും ലേഡി ഗാഗയൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ജോക്കിൻ ഫീനിക്സിനെ പോലെ വളരെ പൊട്ടൻഷ്യൽ ഒരു ആക്ടറെ കിട്ടിയിട്ടും അദ്ദേഹത്തിന് നല്ല അഭിനയ മികവ് അല്ലെങ്കിൽ സാധ്യതകളുള്ള ഒരു സീൻസും നമുക്ക് ഇതിനകത്ത് കാണുന്നില്ല. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. പക്ഷെ ജോക്കർ എന്ന ക്യാരക്ടറിനോട് ഇവര് ഒരു നീതിയും പുലർത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് ജോക്കർ എന്ന ക്യാരക്ടറിനെ ഇവര് നശിപ്പിച്ചല്ലോ എന്നോർത്തിട്ടാണ്. ജോക്കർ 1 അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജോക്കറിനെ നമുക്ക് ഈ സിനിമയിൽ എവിടെയും കാണാൻ സാധിക്കില്ല. ഒട്ടുമിക്ക ഫാൻസും ആ ജോക്കറിനെ കാണാൻ വേണ്ടി ആയിരിക്കണം ഈ സിനിമ കാണുന്നതും. പക്ഷെ അങ്ങനെയുള്ള ഒരു ജോക്കറിനെ നമുക്ക് ഈ സിനിമയിൽ കാണാനേ സാധിക്കില്ല. ആർത്തർ എന്ന ക്യാരക്ടർ ജോക്കറായി മാറി ഈ പെർഫോമൻസ് തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ജോക്കർ എവിടെയില്ല. തിരിച്ച് ആദ്യം പേടിച്ച് വിഷമിച്ചിരിക്കുന്ന ആർത്തർ എന്ന ക്യാരക്ടറിലേക്ക് വീണ്ടും പോവുകയാണ്, അല്ലെങ്കിൽ വീണ്ടും കൊണ്ടെത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ലേഡി ഗാഗ ചെയ്ത ക്യാരക്ടർ, അതായത് ലീ എന്ന ക്യാരക്ടർ ഒറിജിനലുള്ള ഹാർലി ക്വിനെക്കാളും കുറച്ചൊരു വെറൈറ്റി ഒക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം ലേഡി ഗാഗയുടെ ക്യാരക്ടറിന്റെ ഈ സ്വഭാവം മാറുന്നതും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. തുടക്കം ഒക്കെ ആയിരുന്നു, പക്ഷെ അവസാനം ലീ എന്ന ക്യാരക്ടറിനെ ഇവര് ഒരു രീതിയിൽ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു ഹ്യൂമൻ എങ്ങനെ അവർക്കുണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുമോ അങ്ങനെ തന്നെയാണ് ലീ റെസ്പോണ്ട് ചെയ്യുന്നത്. ആർത്തറും ലീയും ഇത്ര വ്യത്യസ്തമായിരിക്കുന്നത്, അതായത് ഈ ക്യാരക്ടേഴ്സ് ഇത്ര വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരിൽ നിന്നും അവരുടെ സ്വഭാവത്തിന്റെ വ്യത്യസ്തതയാണ്. അതാണ് പലരും ജോക്കർ എന്ന ക്യാരക്ടറിനെ ആരാധിക്കാനുള്ള കാരണവും. അത് ഈ സിനിമയിൽ ഇല്ല. ഈ സിനിമയിൽ ഇവരെ നോർമലായിട്ട് ചിന്തിക്കുന്ന, നോർമലായിട്ട് ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ഹ്യൂമനാക്കി മാറ്റിയെടുക്കുകയാണ്. ഇവിടെ ജോക്കറിനെയും ഹാർലി ക്വിനെയും അല്ലെങ്കിൽ ലീനെയും ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആക്ച്വലി ഇതൊരു ആവറേജ് സിനിമ, കുഴപ്പമില്ലാത്തൊരു സിനിമ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഇത്രയും ഹൈപ്പും ഇത്രയും പൊട്ടൻഷ്യലും കുറച്ച് നല്ല എലമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല ഹൈപ്പും ഹൈക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ജോക്കർ 2 എന്ന് പറയുന്നത്. അതിന് മെയിൻ കാരണം ജോക്കർ എന്ന ക്യാരക്ടർ തന്നെയാണ്. അത്രയും ഓപ്ഷൻസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ അത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും ഇവരതിനെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കിത് അത്ര നല്ല സിനിമയായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ഇത് എന്റെ അഭിപ്രായമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ലോ പേസ്ഡ് ആയിട്ട് വളരെ മിനിമൽ ആയിട്ട് ജോക്കർ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. DCയിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു സിനിമയല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, പാട്ട് കേട്ട് ഉറങ്ങുന്നവർ അവരുടെ സ്വന്തം റിസ്കിൽ സിനിമ കാണുക എന്നാണ്. സിനിമ മോശമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി സിനിമയല്ല. ഒന്ന് കണ്ടിരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലെ ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.